Hello everyone, welcome to Legal Law by Anusha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് ഗ്രാൻഡ് ഓപ്പോസിഷൻ. എന്താണ് പോസ്റ്റ് ഗ്രാൻഡ് ഓപ്പോസിഷൻ എന്നാണ്. പോസ്റ്റ് ഗ്രാൻഡ് ഓപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൽ തേർഡ് പാർട്ടീസിന് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള പേറ്റന്റിന്റെ മേലെ ചാലഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. ഇനി ആർക്കൊക്കെയാണ് ഓപ്പോസ് ചെയ്യാൻ പറ്റുക? ഈ ഗ്രാൻഡ് ചെയ്തിട്ടുള്ള പേറ്റന്റ് ഓപ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. എനി പേഴ്സൺ ഓർ എനി എൻറ്റിറ്റി ക്യാൻ ഫയൽ പോസ്റ്റ് ഗ്രാൻഡ് ഓപ്പോസിഷൻ എഗെയിൻസ്റ്റ് ദ ഗ്രാൻഡഡ് പേറ്റന്റ്. അതായത് ആർക്ക് വേണമെങ്കിലും, ഏതൊരാൾക്കും ഏതൊരു എൻറ്റിറ്റിക്കും ഈ ഓപ്പോസിഷൻ ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എനി പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൽ കോമ്പറ്റീറ്റേഴ്സ് വരാം, ഇൻഡിവിജ്വൽസ് വരാം, കമ്പനീസ് വരാം, അല്ലെങ്കിൽ എനി ഇൻട്രസ്റ്റഡ് പാർട്ടി. ഈ ഇൻട്രസ്റ്റഡ് പാർട്ടി ആരാണ് എന്നുള്ളത് നമ്മൾ പ്രീ ഗ്രാൻഡ് ഓപ്പോസിഷൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ടേമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ഗ്രൗണ്ടിലാണ് പോസ്റ്റ് ഗ്രാൻഡ് ഓപ്പോസിഷൻ ഫയൽ ചെയ്യാൻ പറ്റുക എന്നാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് നോവൽറ്റി. നമുക്കറിയാം പേറ്റന്റ് ഗ്രാൻഡ് ചെയ്യാനുള്ള 3 സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് നോവൽറ്റി, സെക്കൻഡ് പറയുന്നത് ഇൻവെന്റീവ് സ്റ്റെപ്പ്, തേർഡ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റി. ഈ 3 സ്റ്റാൻഡേർഡും ഇല്ല എന്നാണെങ്കിൽ പേറ്റന്റ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ 3 സ്റ്റാൻഡേർഡും വേണം. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോവൽറ്റി. നോവൽറ്റി ഇല്ല, ആ പേറ്റന്റ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻവെൻഷന് നോവൽറ്റി ഇല്ല എന്നാണെങ്കിൽ നമുക്കത് ഓപ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സെക്കൻഡ് പറയുന്നത് ഇൻവെന്റീവ് സ്റ്റെപ്പ്. അതായത് ആ ഇൻവെൻഷൻ ഒബ്വിയസ് ആണ് എന്നാണെങ്കിൽ, അതിന് പ്രത്യേകിച്ചൊരു ഇൻവെന്റീവ് സ്റ്റെപ്പ് ഇല്ല, അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് ഓപ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റി. ആ ഇൻവെൻഷൻ ഇൻഡസ്ട്രിക്ക് പ്രത്യേകിച്ച് ഒരു യൂസ് ഒന്നും കൊടുക്കുന്നില്ല. അതായത് ആ ഇൻവെൻഷൻ കൊണ്ട് ഇൻഡസ്ട്രിക്ക് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിലും നമുക്ക് ഓപ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നാലാമത്തെ ഗ്രൗണ്ട് പറയുന്നത് ഇൻസഫിഷ്യന്റ് ഡിസ്ക്ലോഷർ. അതായത് ഈ ഇൻവെൻഷൻ സ്കിൽഡ് പേഴ്സണിന് ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഒന്നും തന്നെ ഈ പേറ്റന്റ് സ്പെസിഫിക്കേഷൻ്റെ അകത്ത് നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ആംബിക്വിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവ് നിലനിൽക്കുന്നുണ്ട് എന്നാണെങ്കിൽ അത് ഇൻസഫിഷ്യന്റ് ഡിസ്ക്ലോഷർ എന്ന ഗ്രൗണ്ടിൽ ഫയൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് പേറ്റന്റ് ഇൻ എലിജിബിൾ സബ്ജക്ട് മാറ്റർ. അതായത് നമ്മൾ മുന്നേയുള്ള വീഡിയോയിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പേറ്റന്റ് ലഭിക്കാത്ത ഇൻവെൻഷൻസ് എന്ന് നോക്കിയിട്ടുണ്ട്. അതിലേതെങ്കിലും ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഗ്രാൻഡ് ഓപ്പോസിഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ആറാമത്തെ പേറ്റന്റബിലിറ്റി എക്സ്ക്ലൂഷൻസ്. അതായത് പബ്ലിക് മൊറാലിറ്റിക്കെതിരെ അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിനെതിരെ ഒക്കെ ഉള്ള ഒരു ഇൻവെൻഷൻ ആണെങ്കിൽ അത് പേറ്റന്റബിൾ എക്സ്ക്ലൂഷൻസിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഗ്രാൻഡ് ഓപ്പോസിഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുവരെ ആർക്കൊക്കെ ഓപ്പോസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഗ്രൗണ്ടിൽ ഓപ്പോസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഓപ്പോസ് ചെയ്യുക, ഹൗ ടു ഓപ്പോസ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഐഡന്റിഫൈ ദ പേറ്റന്റ്. അതായത് ആ പേറ്റന്റ് നമ്പർ കണ്ടുപിടിക്കുക, അത് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഓപ്പോസിഷന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് ഫയൽ ചെയ്യുക. ആ നോട്ടീസ് ഫയൽ ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൗണ്ടിലാണ് നമ്മൾ ഓപ്പോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സപ്പോർട്ടിങ് എവിഡൻസും കാര്യങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അതൊരു സ്പെസിഫിക് ടൈം പീരീഡിൻ്റെ അകത്ത് തന്നെ ഇതൊക്കെ തന്നെ ഫയൽ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് സബ്മിറ്റ് എവിഡൻസ്. അതായത് എന്തൊക്കെ റെലവൻറ്റ് എവിഡൻസ് ആണ് ഈ ഓപ്പോസിഷന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ എന്താണ്. അത് ചിലപ്പോൾ പ്രയർ ആർട്ട് ഡോക്യുമെന്റ്സ് ആവാം, ചിലപ്പോൾ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പെരിമെന്റൽ ഡാറ്റാസ് ആവാം. എന്തൊക്കെയാണത് എന്നുള്ളത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് പറയുന്നത് പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രൊസീഡിങ്സ്. അതായത് ഹിയറിംഗ് അറ്റൻഡ് ചെയ്യുക,
അതുപോലെ തന്നെ പ്രൊസീഡിങ്സ് ഷെഡ്യൂൾ ചെയ്യുക, ഇതൊക്കെ പേറ്റന്റ് ഓഫീസിലാണ് നടക്കുക. ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്, അതായത് ഈ ആർഗ്യുമെന്റ്സ് പ്രസന്റ് ചെയ്യുക, അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുക, അതുപോലെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുക, ഇതൊക്കെ ഇതിലൊക്കെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് പറയുന്നതാണ് എവെയ്ഡ് ഡിസിഷൻസ്. അതായത് പേറ്റന്റ് ഓഫീസ് ആണ് ഡിസിഷൻസ് എടുക്കുക. അവർ നമ്മുടെ എവിഡൻസും ആർഗ്യുമെന്റ്സും നമ്മുടെ ഓപ്പോസിഷൻ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് അവർ ഡിസൈഡ് ചെയ്യും ആ പേറ്റന്റിന്റെ വാലിഡിറ്റിനെ പറ്റിയിട്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അപ്പീൽ ഇഫ് നെസസറി. അതായത് നമുക്ക് വന്നിട്ടുള്ള ഡിസിഷനുമായിട്ട് നമ്മൾ സാറ്റിസ്ഫൈ അല്ല എങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. ഹയർ അതോറിറ്റിയിലോട്ടോ അല്ലെങ്കിൽ കോടതിയിലോട്ടോ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.